നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ, ട്രിവാൻഡ്രം. നമ്മുടെ ലേഡീസ്, പ്രത്യേകിച്ചും കൊച്ചു പെൺകുട്ടികൾ അനുഭവിക്കുന്ന വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്, അതായത് PMS. ഇതെന്താണ് സംഭവം? പീരിയഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുമ്പേ മുതലേ വളരെയധികം ക്ഷീണം തോന്നുക, ദേഷ്യം വരിക, സങ്കടം തോന്നുക, അമിതമായിട്ടുള്ള ഉറക്കം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ. ഇത് കൂടാണ്ട് ശാരീരികമായിട്ടും കുറേ ചേഞ്ചസ് അനുഭവപ്പെടും. വെയിറ്റ് കൂടുന്നതായിട്ട് തോന്നും, ഇടുന്ന ഉടുപ്പുകളെല്ലാം ടൈറ്റ് ആവുന്നതായിരിക്കും. കാരണം ഒരുപാട് വാട്ടർ റിറ്റൻഷൻ, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം, ജലാംശം കൂടും. ബ്രസ്റ്റ് ടെൻഡർനെസ് കൂടാതെ ശരീരമൊട്ടാകെയുള്ള വേദന, കഴപ്പ്, ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു നോർമലായിട്ടുള്ള പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ് ഈ കാലത്ത് ഇപ്പം റീസെൻ്റായിട്ട് ഈ കുട്ടികൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്? 2-3 കാരണങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് നമ്മുടെ ഹോർമോണിൽ ചേഞ്ചസ് വരും പീരിയഡ്സ് ഉണ്ടാകുന്ന സമയത്ത്. അതായത് ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പീരിയഡ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ നെക്സ്റ്റ് പീരിയഡിൻ്റെ ഫസ്റ്റ് ഡേ വരെയുള്ള ആ ടൈം പീരിയഡിനാണ് നമ്മൾ നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ നോർമൽ മെൻസ്ട്രൽ പീരിയഡ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇതൊരു 28 ദിവസമാണ്, പക്ഷേ ഇറ്റ് ക്യാൻ ബി ഒരു 22 മുതലൊരു 30 ഡേയ്സ് 32 ഡേയ്സ് വരെയൊക്കെ നമുക്ക് ഒരു ഏകദേശം ഓക്കെ നോർമലാണെന്ന് പറയാം. ഈ ഒരു കാലയളവിൽ എന്താണ് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ചേഞ്ചസ് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും പീരിയഡ്സ് നടക്കുന്ന സമയത്ത്, ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യത്തെ 1 to 7 ഡേയ്സ്, ആദ്യത്തെ ഒരാഴ്ച ബ്ലീഡിങ് നടക്കുന്ന സമയത്ത് ഹോർമോൺസ് എല്ലാം കുറച്ച് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ആ പീരിയഡിൽ തന്നെ നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള FSH എന്ന് പറഞ്ഞ ഹോർമോൺ അടുത്തൊരു അണ്ടം മെച്യൂർ ആവാനായിട്ടുള്ള സ്റ്റിമുലേഷൻ നമ്മുടെ ഓവറീസിന് കൊടുക്കും. അപ്പോൾ ഓവറി ഇത് സ്റ്റിമുലേറ്റ് ചെയ്ത് മെച്യൂർ ആക്കുന്നു, അണ്ടത്തിന് മെച്യൂർ ആക്കുന്നു. അത് 14ാമത്തെ ദിവസം റിലീസാകുന്നു. ഓവുലേഷൻ എന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത്. അതിനുശേഷം ഈ ഓവറി പാക്ക് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് സെൽസ് ഉണ്ട്, അത് ഡീജനറേറ്റ്, അത് നശിച്ചു പോകും. അപ്പോൾ അതിൽ നിന്ന് അത് ലൂട്ടിയം, കോപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നൊരു സാധനമായി മാറുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേ ഹോർമോൺസ് റിലീസ് ചെയ്യും. ആ സമയത്ത് യൂട്രസിലും അതിൻ്റെതായ ചേഞ്ചസ്, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. കുഞ്ഞ് വരികയാണെങ്കിൽ കുഞ്ഞിനെ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് യൂട്രസ് റെഡിയാവുന്ന ഒരു ടൈമാണ് ഇതെല്ലാം. ഈ ചേഞ്ചസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ശരീരം റെഡിയാക്കുന്നത് കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചസാണ് ഇതത്രയും ബോഡി റെഡിയാവുന്നത്. പക്ഷേ ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ നടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അണ്ടവും അതിനോടൊപ്പം കുറേ സെൽസ് പുതിയതായിട്ട് ഉണ്ടാക്കിയതും അതിനോടുള്ള ബ്ലഡ് സപ്ലൈ എല്ലാം കൂടെ ബോഡി പുറത്തേക്ക് തള്ളുന്നതാണ് നമ്മൾ മെൻസ്ട്രൽ ബ്ലഡായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. PMS എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? PMS എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവുലേഷൻ നടക്കുന്ന, അതായത് അണ്ടം റിലീസ് ആവുന്ന സമയം മുതൽ സ്വാഭാവികമായിട്ടും ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണിൽ ചേഞ്ചസ് വരും, പ്രൊജസ്റ്റിറോണിലും ചേഞ്ചസ് വരും. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള ഓർഗൻസിലെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും പ്രകടമായി കാണുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡിലാണ്. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, സങ്കടം തോന്നുക, ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി പീരിയഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുമ്പേ എക്സ്പീരിയൻസ് ചെയ്യുന്ന മെൻറ്റൽ ചേഞ്ചസ്. ഇനി ഫിസിക്കൽ ചേഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വെയിറ്റ് കൂടുന്നതായിട്ട് തോന്നുക, വയറിൽ ചെറുതായിട്ടുള്ളൊരു വേദന, ബ്രസ്റ്റ് ടെൻഡർനെസ്, കൂടുതൽ പിമ്പിൾസ് വരും. ആ സമയത്താണ് ആക്ച്വലി കൂടുതൽ പിമ്പിൾസ് വരുന്നത്. ഇങ്ങനത്തെ കുറേ ചേഞ്ചസ് നമ്മൾ ബോഡിയിൽ അനുഭവപ്പെടും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖമാണോ? നമുക്ക് ചില കുട്ടികൾക്ക് അത് വളരെ മൈൽഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതിപ്പോൾ നമ്മൾ വലിയ മേജറായിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പല കുട്ടികളും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വളരെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. അത് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ തന്നെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ പറ്റില്ല, പല ഹെൽത്ത് ഇഷ്യൂസായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇതിന് നമുക്ക് യൂഷ്വലി നമ്മൾ എന്താണ് സൊല്യൂഷൻ? ഹോർമോൺ ബാലൻസിങ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് മാത്രം പോരാ. കാരണം ഈ ഹോർമോണൽ ചേഞ്ചസ്, അതായത് ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണിനും ചേഞ്ച് വരുന്ന സമയത്ത് ഇതിന് റെസ്പോണ്ട് ആയിട്ട് നമ്മുടെ അഡ്രീനൽ എന്ന് പറയുന്ന ഗ്ലാൻഡ് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രീനൽ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബാക്കി തലച്ചോറിലുണ്ടാക്കുന്ന ഡോപ്പമിൻ,
സെറട്ടോണിൻ, ഒപ്പിയോയിഡ്സ് ഇങ്ങനത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എല്ലാം കുറയ്ക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ വളരെ എന്താണ് ഒരു താല്പര്യമില്ലായ്മ, എനർജി ഇല്ലായ്മ, സന്തോഷമില്ലായ്മ എല്ലാം തോന്നുന്നത്. വേദനയുടെ സെൻസിറ്റിവിറ്റിയും കൂട്ടും. കാരണം ഓപ്പിയോയിഡ്സ് എന്ന് പറയുന്നത് തന്നെ വേദന കുറയ്ക്കുന്ന കുറച്ച് നാച്ചുറലായിട്ടുള്ള പെയിൻ കില്ലേഴ്സാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ പെയിനും കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഫ്ലൂയിഡ്സ് ബോഡിയിൽ റീറ്റെയിൻ ആവും. അത് നമുക്ക് ഈ സിംറ്റംസിനെല്ലാം കൂടുതൽ വഷളാക്കും. സെക്കൻഡ് തിങ്, കോഫി കുറയ്ക്കുക. പല ആൾക്കാരും എന്താ പറ്റുന്ന മൂഡ് കുറഞ്ഞ സമയത്ത് കൂടുതൽ കാപ്പി കുടിക്കാൻ നോക്കും. പക്ഷേ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കെഫീൻ ഇതിനെല്ലാം നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരും അല്ലേ, ഒരുപാട് ഭക്ഷണം കഴിക്കാൻ തോന്നും, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ സോൾട്ടി ഫുഡ്സ് കഴിക്കാനായിട്ട് ക്രേവിങ് വരും. പക്ഷേ അത് ഡെഫിനറ്റായിട്ട് ചിപ്സ്, മിക്സ്ചർ, കേക്ക്സ്, പേസ്ട്രി ഇതൊന്നും കഴിക്കരുത്. കാരണം ഇതെല്ലാം ഈ സിംറ്റംസിനെ കൂടുതൽ വഷളാക്കും. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്കുള്ള വെയിറ്റ് ഗെയിൻ ആണ്. അപ്പോൾ വെയിറ്റ് ഗെയിനിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക. കാരണം ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന എല്ലാം പുറത്തേക്ക് പോകണം. അതിന് നല്ലൊരു റെമഡി എന്ന് പറയുന്നത് നമുക്ക് ബാർലി വെള്ളം കുടിക്കാം. കാരണം ബാർലി വെള്ളം ഒരു ഡയൂററ്റിക് ആണ്. നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം പുറത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോട്ടിങ്, എന്ത് കഴിച്ചാലും വയറ് വീർത്ത് കിട്ടുന്നൊരവസ്ഥയാണ്. അതിനും ശരിക്കും പറഞ്ഞാൽ ഈ ബാർലി വെള്ളം വളരെ യൂസ്ഫുള്ളാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കെല്ലാം വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ തൈര് നല്ലതായിട്ട് ഉപയോഗിക്കുക ഈ സമയത്ത്. കാരണം തൈരായിട്ടോ മോരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം അതിന് ഫാറ്റ് നമ്മൾ അതിൽ നിന്ന് കൊഴുപ്പെല്ലാം റിമൂവ് ചെയ്തിരിക്കും. അതിന് നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമുക്ക് കൂടുതൽ കാൽഷ്യം അതൊക്കെ സപ്ലൈ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഫുഡ് കഴിക്കുക. കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. കാരണം നാരടങ്ങിയ ഫുഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആവശ്യത്തിന് അതിലുള്ള ന്യൂട്രിയൻസും കിട്ടും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻ്റ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാൽഷ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ബി വൈറ്റമിൻസ് ആണ്. കാൽഷ്യം നമ്മുടെ ഫുൾ പ്രോസസ്സിന്, അതായത് എല്ലുകളുടെ ബലത്തിന് വേണ്ടിയിട്ടും ഈ ഹോൾ പ്രോസസ്സിനെ ബാലൻസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഡി മസിൽ ക്രാംസ് വരാതിരിക്കാനായിട്ട്, ന്യൂറോ മസ്കുലർ ഫങ്ഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. ബി വൈറ്റമിൻസ് നമ്മുടെ മൂഡിനെ ചേഞ്ച് ചെയ്യാനായിട്ട്, ഞാൻ നേരത്തെയും പറയാറുണ്ട്, ഈ ബി വൈറ്റമിൻസിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനമെല്ലാം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബി വൈറ്റമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഇത് സപ്ലൈ ചെയ്യണം. ഇത് വാട്ടർ സോല്യുബിളാണ്. നമ്മുടെ ശരീരത്തിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ആവശ്യത്തിനുള്ള ബി വൈറ്റമിൻസ് നമ്മൾ കൊടുക്കണം. നമുക്ക് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചോറില്ലേ, നമ്മുടെ ചമ്പാവരി ചോറ്, തവിടുള്ള അരിയിലാണ് ഏറ്റവും കൂടുതൽ ബി വൈറ്റമിൻസ് ഉള്ളത്. അപ്പോൾ അത് ധാരാളം നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഈ പോളിഷ്ഡ് റൈസ് ഏതാണ്, നമ്മുടെ വൈറ്റ് റൈസ് അല്ലെങ്കിൽ വേറെ ബാക്കിയുള്ള ഈ തവിടില്ലാത്ത അരികൾ കഴിയുന്നത് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ബ്രീതിങ് എക്സസൈസസ്, റിലാക്സേഷൻ ടെക്നിക്സ് എല്ലാം കുട്ടികളെ പഠിപ്പിക്കണം. കാരണം അവർക്ക് ഒരുപാട് പ്രഷറുണ്ടല്ലേ, പഠിക്കാനുണ്ട്, അവർക്ക് കായികമായ കുറേ കാര്യങ്ങളിൽ ഏർപ്പെടാനുണ്ടാവും, കോമ്പറ്റീഷൻസ് ഉണ്ടാവും, കുറേ എന്താ പറയുന്നത്, അവർക്ക് ഒരുപാട് ലെവൽസ് ഓഫ് സ്ട്രെസ് ഉണ്ട്. അപ്പം ഈ ഒരു ലെവലിൽ വെച്ച് നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസും അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിലെല്ലാത്തിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഒരു സിംഗിൾ റെമഡി എന്ന് പറയുകയാണെങ്കിൽ ക്യാമമിൽ എന്ന് പറഞ്ഞിട്ടൊരു പൂവുണ്ട്, അതിൻ്റെ ഒരു ടീ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മസിൽ ക്രാംസ് കുറയ്ക്കാൻ പറ്റും, വേദനകൾ, ക്ഷീണം, നമുക്ക് ഈ മൂഡ് സ്വിങ്സ് എല്ലാം മാറ്റാനായിട്ട് പറ്റും. കാരണം ഇത് വളരെ ഡീപ്പായിട്ട് നമ്മുടെ തലച്ചോറിനെ കാം ഡൗൺ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ക്യാമമിൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കണം. കാരണം അവരാണ് ഇതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് എല്ലാം അനുഭവിക്കുന്നത്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ എല്ലാ സിംറ്റംസും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്, ഞാൻ എല്ലാ മാസവും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. എന്താണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്? ദിസ് ഈസ് എ പാർട്ട് ഓഫ് നേച്ചർ. നമ്മളൊരു സ്ത്രീ ആവുന്നതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഡെഫിനറ്റ്ലി കുറച്ച് സിംറ്റംസ് ഉണ്ട്, അത് നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എന്താ പറയുക, മൈൽഡായിട്ടുള്ള കേസസിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും. പക്ഷേ മോഡറേറ്റ് സിവിയർ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. കാരണം ഇത് ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകാനായിട്ട് അതിനൊരു കാരണമാകാം, കോംപ്ലിക്കേഷൻസ്. ഉദാഹരണത്തിന് PMDD, അതായത് പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷൻ തന്നെയുണ്ട്. അപ്പം അതിലേക്കൊന്നും ഇതിൽ വഴിതെറിക്കാതിരിക്കട്ടെ. നമ്മുടെ കുട്ടികളുടെ മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും അവരെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ട്രെയിൻ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്.